അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പാടി നോക്കാൻ പോകുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള ഒരു അനുതാപ പ്രാർത്ഥനയും കീർത്തനവും ആണ്. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള, അതായത് ഈ പാട്ട് അല്ലെങ്കിൽ ഈ പ്രെയർ ചെല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രെയർ ഞാൻ ചെല്ലാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഇതാണ് പ്രെയർ. ഇത് കഴിഞ്ഞിട്ട് ആണ് കർത്താവെ അങ്ങയുടെ ദാസൻ്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്ന് സമൂഹം ചൊല്ലുകയും ശുശ്രൂഷി ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. അങ്ങനെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെല്ലുന്നത്. ഇനി വളരെ ആഘോഷപൂർവമായ കുർബാനയിൽ ഇത് പാട്ടായിട്ട് പാടാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കുറേ നാളായി ഇത് പാട്ടായിട്ട് കേട്ടിട്ട്. മിക്കവാറും എല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ വലിയ ആഘോഷമായ കുർബാനയിൽ മാത്രമേ അത് എടുക്കാറുള്ളൂ. അപ്പം ഞാനൊന്ന് പാടി ശ്രമിച്ച് നോക്കാം. എത്ര ഒക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. കലഹം മാറ്റാം, ഭിന്നത നീക്കിടാം, മനസാക്ഷി നിർമ്മലമാക്കിടാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ദേഷ്യം നീക്കാം, ശത്രുത കൈവെടിയാം, ആത്മാക്കൾ പാവനമാക്കിടാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഭക്തിയോടെങ്ങേ കൈക്കൊണ്ടിടാം, റൂഹായ അതിനിർമ്മലരായി തീരാം. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിപ്പോടും സ്നേഹരൂപേലും ഉൾക്കൊള്ളാം ദിവ്യരഹസ്യങ്ങൾ. കർത്താവേ നിൻ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഞങ്ങൾക്കീവ നീ ഉത്ഥാനത്തിനും രക്ഷയ്ക്കും കാരണമാക്കണമേ. ഞാൻ എത്രത്തോളം പാടി ശരിയാക്കിയതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ല പാട്ട് കുർബാനയിൽ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഫീലുണ്ടല്ലോ, അതൊരു നല്ല ഫീലാണ്, ഒരു വല്ലാത്ത ഫീലാണ്. ആ ഫീലൊന്നും ഞാൻ പാടിയിട്ടുണ്ടായി കാണില്ല. പക്ഷേ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പാടിയിട്ടുണ്ട്. ഇനി അപ്പോൾ നിങ്ങൾ കേട്ട് നോക്കൂ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ.